ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 49 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 49 പറയുന്നത്? എ ബുള്ളറ്റ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് സ്ട്രൈക്സ് എ മഡ് വാൾ ആൻഡ് പെനട്രേറ്റ്സ് ത്രൂ 0.5 മീറ്റർ. വാട്ട് ഈസ് ദ ടൈം ഓഫ് ജേർണി ഓഫ് ദ ബുള്ളറ്റ് ത്രൂ ദ മഡ് വാൾ? അപ്പൊ നോക്കൂ, 100 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ വരുന്ന ഒരു ബുള്ളറ്റ് ഒരു മഡ് വാളിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. 0.5 മീറ്റർ പെനട്രേറ്റ് ചെയ്തതിനു ശേഷം റെസ്റ്റിലാകുന്നു എങ്കിൽ വാട്ട് ഈസ് ദ ടൈം ഓഫ് ജേർണി ഓഫ് ദ ബുള്ളറ്റ് ത്രൂ ദ മഡ് വാൾ? ഈ ബുള്ളറ്റ് എന്ത് ചെയ്യുന്നു? ഈ 0.5 മീറ്റർ ഇതിൽ പെനട്രേറ്റ് ചെയ്ത് റെസ്റ്റിലാവാൻ എടുത്ത സമയം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കൂ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. കാര്യം ബുള്ളറ്റ് പെനട്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. നോക്കൂ, പെനട്രേറ്റ് ചെയ്ത് 0.5 മീറ്റർ സഞ്ചരിച്ചപ്പോൾ അത് റെസ്റ്റിലായി. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്ര? 0 ആണ്. അപ്പൊ നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ്. നമുക്ക് നോക്കൂ, v = u + at എന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. കാര്യം ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്, ഫൈനൽ വെലോസിറ്റി ഉണ്ട്, കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. പക്ഷേ ഒരു ഫാക്ടർ മിസ്സിംഗ് ആണ്. എന്താണ്? ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റൊരു കൈനമാറ്റിക് ഇക്വേഷൻ ആദ്യം ഉപയോഗിക്കണം. ഏതാണ്? v² - u² = -2as. ഇതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച്? നമുക്ക് v ഉണ്ട്, u ഉണ്ട്, എസും ഉണ്ട്. കാര്യം എന്താണ്? ഇത്രയും ഡിസ്റ്റൻസ് സഞ്ചരിച്ചപ്പോഴാണ് ഈ u ആയിരുന്നത് v ആയി മാറിയത്. ഓക്കെ, അപ്പോൾ അതിൽ a കണ്ടുപിടിച്ചുകൂടെ? അതിൽ a എന്നുള്ള ഫാക്ടർ ഉണ്ട്. a കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് മറ്റേ ഇക്വേഷനിൽ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ എന്തുകൊണ്ട് -2a വന്നു? കാര്യം എന്താണ്? ബുള്ളറ്റ് 100 മീറ്റർ പെർ സെക്കൻഡിൽ ഇവിടെ പെനട്രേറ്റ് ചെയ്തിട്ട് റിട്ടാർഡ് ചെയ്തിട്ടാണ്, അതായത് റിട്ടാർഡേഷൻ സംഭവിച്ചാണ് അതെന്ത് ചെയ്യുന്നത്? റെസ്റ്റിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് -2a എന്ന് കൊടുക്കാൻ കാര്യം. ഓക്കെ, അപ്പൊ നോക്കിയേ, v 0 ആണ്, u 100 ആണ്. അപ്പൊ -100² - 2 × a × 0.5. കാര്യം s എത്രയാണ്? 0.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? 100² / 2 × 0.5 എത്ര? 1. 100² / 1 = 100² മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ യൂണിറ്റ്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏത് ഇക്വേഷനിൽ കൊടുക്കാം? v = u - at കൊടുക്കാം. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇത് റിട്ടാർഡേഷൻ ആയതുകൊണ്ടാണ്. വെലോസിറ്റി കുറഞ്ഞു വരികയല്ലേ? അപ്പൊ നോക്കൂ, u എന്താണ്? 100 ആണ്. വെലോസിറ്റി v എന്താണ്? 0 ആണ്. ഫൈനൽ റെസ്റ്റിലാകുന്നു. ദാറ്റ് മൈനസ് ആക്സിലറേഷൻ കണ്ടുപിടിച്ചു 100² അതിനെടുത്ത സമയമല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? t ആണ്. ഓക്കെ, t. അപ്പൊ t = 100/100² = 0.01 സെക്കൻഡ്. ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അറിയാം. 0 ക്യാൻസൽ ചെയ്തിട്ട് എന്താ ഡെസിമലിൽ എഴുതിയാൽ മതി. 0.01 സെക്കൻഡ്. ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 49ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. കുട്ടികളെ, 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് 53ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? എ പാർട്ടിക്കിൾ കവേഴ്സ് 150 മീറ്റർ ഇൻ 8th സെക്കൻഡ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ്. ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ്. അപ്പൊ നോക്കൂ, 8ാമത്തെ സെക്കൻഡിൽ ഒരു പാർട്ടിക്കിൾ 150 മീറ്റർ കവർ ചെയ്യും എന്നാണ്. റെസ്റ്റിൽ നിന്ന് തുടങ്ങിയ യാത്രയിലെ 8ാമത്തെ സെക്കൻഡിൽ, അത് ഒന്നുകൂടി പറയുകയാണ്, 8ാമത്തെ സെക്കൻഡിൽ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പാർട്ടിക്കിൾ 150 മീറ്റർ കവർ ചെയ്യുകയാണ്. ഓക്കെ, എങ്കിൽ ഇതിന്റെ ആക്സിലറേഷൻ എത്ര? നോക്കൂ, നമ്മൾ ഡിസ്കഷന്റെ സമയത്ത് പറഞ്ഞതാണ്. എന്താണ്? nth സെക്കൻഡിൽ കവർ ചെയ്യപ്പെട്ട ദൂരം എന്ന് പറഞ്ഞാൽ Sn = ഇനിഷ്യൽ വെലോസിറ്റി u + a/2 × 2n - 1. ഇത് എത്രയാണ്? എത്രാമത്തെ സെക്കൻഡ് ആണ്? nth സെക്കൻഡ്. a ആക്സിലറേഷൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാം. 8th സെക്കൻഡിൽ കവർ ചെയ്ത ദൂരം എത്ര? 150 മീറ്റർ. അപ്പൊ എന്നിന്റെ അവിടെ നിങ്ങൾ എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. പിന്നെ കണ്ടുപിടിക്കേണ്ട എന്താണ്? a ആണ്. u 0 ആണ്. കാര്യം എന്താണ്? ഫ്രം റെസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അപ്പൊ നോക്കൂ, 150 = a/2 × 2 × 8 - 1. അപ്പൊ എത്ര കിട്ടും? 150 = a/2 × 15. അപ്പൊ നോക്കൂ, a എത്ര കിട്ടും? 2 × 150/15 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ്. 53ാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക? ഈ ഫോർമുല കാണാതെ പഠിക്കുക. വേറെ മാർഗമൊന്നുമില്ല. ഡെറിവേഷനിലൂടെ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. നിങ്ങൾ ചില കാര്യങ്ങൾ കാണാതെ പഠിച്ചേ നിവൃത്തിയുള്ളൂ. ഓക്കെ, ചില ഇക്വേഷൻസ്, അതുപോലെ ഇതുപോലെയുള്ള ഇതൊക്കെ എന്താണ് നമ്മുടെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണിത്. nth സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരത്തിന്റെ എത്ര ദൂരമാണ്?
എന്നാൽ നിങ്ങളോട് ഇനി എൻട്രൻസ് പരീക്ഷയ്ക്ക് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കുക. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ബൈ എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഡ്യൂറിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസസ് ട്രാവൽഡ് ഇൻ ദ 8th സെക്കൻഡ് ആൻഡ് 15th സെക്കൻഡ്. അതായത് റെസ്റ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോഡി അതിന്റെ 8ാമത്തെ സെക്കൻഡിൽ കവർ ചെയ്യുന്ന ദൂരവും 15ാമത്തെ സെക്കൻഡിൽ കവർ ചെയ്ത ദൂരവും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഇവിടെ 8ഉം ഇവിടെ 15 കൊടുത്താൽ പോലെ നമ്മൾ എന്ത് ചെയ്യാം, ദൂരം എന്താണ് ആക്സിലറേഷൻ തന്നിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ 8 കൊടുത്തിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് nth സെക്കൻഡിൽ കവർ ചെയ്ത ദൂരമാണ്, എന്നാൽ n സെക്കൻഡുകൾ കൊണ്ട് കവർ ചെയ്ത ദൂരമല്ല. ഓക്കെ, nth സെക്കൻഡിൽ, ഒരു സ്പെസിഫിക് സെക്കൻഡിൽ കവർ ചെയ്ത ദൂരത്തിന്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, അത് മറന്നു പോകരുത്, തിരിഞ്ഞു പോകരുത്. ശരി, ഓക്കെ കുട്ടികളെ, അടുത്തത് 72ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മെറ്റീരിയലിലെ 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ മാൻ ഇൻ എ ബലൂൺ റൈസിംഗ് വെർട്ടിക്കലി വിത്ത് 4.9 meter per second square releases a ball 2 seconds after the balloon is let go from the ground. The greatest height above the ground reached by the ball is. അപ്പൊ നോക്കിക്കേ, എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു ബലൂണിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുകയാണ്, 4.9 meter per second square എന്നുള്ള ആക്സിലറേഷനിൽ മുകളിലേക്ക് പോവുകയാണ്. ശ്രദ്ധിക്കണം, 4.9 meter per second square എന്നുള്ള ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ ഗ്രൗണ്ടിൽ നിന്ന് ഈ ആക്സിലറേഷനോട് കൂടി പുറപ്പെട്ട മനുഷ്യൻ ഗ്രൗണ്ടിൽ നിന്ന് പുറപ്പെട്ട് 2 സെക്കൻഡുകൾക്ക് ശേഷം എന്ത് ചെയ്യുകയാണ്, ഒരു ബോൾ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, റിലീസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മുകളിലേക്ക് എറിയുകയാണ്. ഓക്കെ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ബലൂണിൽ ഒരു മനുഷ്യൻ 4.9 meter per second സ്ക്വയറിൽ മുകളിലേക്ക് ഉയരുന്നു. ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെട്ട് 2 സെക്കൻഡുകൾക്ക് ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു, ഒരു ബോള് മുകളിലേക്ക് എറിയുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ദ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് എബവ് ദി ഗ്രൗണ്ട് റീച്ച്ഡ് ബൈ ദ ബോൾ. നോക്കൂ, ഗ്രൗണ്ടിൽ നിന്നും ഈ ബോള് എത്തിയ ഗ്രേറ്റസ്റ്റ് ഹൈറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ. നോക്കൂ, നമ്മുടെ മോഷൻ തുടങ്ങിയ, അതായത് ഈ മനുഷ്യൻ ബലൂണിൽ നിന്ന് യാത്ര ആരംഭിച്ച് 2 സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ എന്തായാലും ബലൂൺ എന്ത് ചെയ്യും, ഒരു നിശ്ചിത ദൂരം മുകളിൽ എത്തിക്കാണും, ഒരു നിശ്ചിത ഹൈറ്റിൽ എത്തിക്കണം. അപ്പൊ ബോളും എത്ര തന്നെ, ആ ഹൈറ്റിൽ തന്നെ എത്തിക്കണം. ആ ഹൈറ്റിൽ നിന്നാണ് ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ബോളിനെ പിന്നെയും മുകളിലേക്ക് എറിയുന്നത്. അപ്പൊ പിന്നെയും മുകളിലേക്ക് എറിയുമ്പോൾ ബോൾ എന്ത് ചെയ്യും, പിന്നെയും ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, മുകളിലേക്ക് ട്രാവൽ ചെയ്യും. അപ്പോ ഗ്രൗണ്ടിൽ നിന്നും ഈ ബോൾ ഇപ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, S1 + S2 എന്ന ഈ ഫിഗർ അനുസരിച്ച് S1 + S2 എന്ന ഈ ഡിസ്റ്റൻസിലാണ്. അതിനെ S എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ ഗ്രൗണ്ടിൽ നിന്നും ഈ ബോൾ ഇപ്പോഴുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ബലൂണിനൊപ്പം സഞ്ചരിച്ച ഡിസ്റ്റൻസ് പ്ലസ് എന്താണ്, ബലൂണിൽ നിന്നും റിലീസ് ചെയ്തപ്പോൾ മുകളിലേക്ക് പോയ അത്രയും ദൂരം കൂടി ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വ്യക്തമായി, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വ്യക്തമായും ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ശരി, നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, S1 എന്നുള്ള ഈ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ, ഇവിടെ നിന്നും ഈ ബലൂൺ യാത്ര ആരംഭിച്ചത് റെസ്റ്റിൽ നിന്നുമാണ് അല്ലേ? അപ്പൊ നോക്കൂ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. നമുക്ക് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? S = ut + ½ at². ഓക്കെ, അപ്പൊ നോക്കൂ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആയതുകൊണ്ട് ut 0 ആണ്, പ്ലസ് ഹാഫ് ഇൻറ്റു എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ g ഉപയോഗിക്കാത്തത്? -12 GT. നിങ്ങൾക്ക് മനസ്സിൽ വരാത്ത കാര്യം എന്താണ്? നമ്മൾ ഇവിടെ ഉപയോഗിക്കാത്ത എന്താണ്? ഒരു നിശ്ചിത ആക്സിലറേഷനോട് കൂടിയാണ് മുകളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ +½ ഇൻറ്റു എത്ര, 4.9, ½ at² ആണ്, 4.9 ആണ് a ഇൻറ്റു എത്ര സെക്കൻഡ് ദൂരം പോയി, 2 സെക്കൻഡ് ദൂരം പോയി. അപ്പൊ എത്ര കിട്ടും നിങ്ങൾക്ക്? ½ ഇൻറ്റു 4.9 ഇൻറ്റു 4, 2² 4, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര, 9.8 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ S1 എന്നുള്ള ദൂരം എത്രയാണ്? 9.8 മീറ്റർ. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നോക്കൂ, ഈ S1 എന്നുള്ള ദൂരത്തിൽ നിന്നുമാണ് ബോൾ എന്ത് ചെയ്യുന്നത്, ഈ മനുഷ്യൻ മുകളിലേക്ക്
എറിയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഈ മനുഷ്യൻ ഈ ബോളിനെ മുകളിലേക്ക് എറിയുമ്പോൾ അത് റെസ്റ്റിൽ നിന്നാണോ എറിയുന്നത്? അല്ല, പിന്നെയോ? ഒരു പ്രത്യേക വെലോസിറ്റി കൊടുത്തുകൊണ്ടല്ലേ എറിയുന്നത്. ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബലൂൺ ഈ പോയിന്റിൽ എത്തിയപ്പോൾ ബലൂണിന്റെ വെലോസിറ്റി എത്രയാണോ ആ വെലോസിറ്റി ആയിരിക്കും ഈ ബോൾ യാത്ര തുടങ്ങുമ്പോഴുള്ള അതിന്റെ വെലോസിറ്റി. അപ്പൊ നോക്കിക്കേ, നമുക്ക് ആ വെലോസിറ്റി കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? v is equal to u plus ATV വെച്ച് കണ്ടുപിടിക്കാം. u 0 ആണ്. നോക്കൂ, ബലൂൺ ഗ്രൗണ്ടിൽ നിന്നപ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, പ്ലസ് ആക്സിലറേഷൻ 4.9 ആണ്. 2 സെക്കൻഡ് ദൂരം പോയി AT കൊടുക്കുമ്പോൾ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നോക്കൂ, ഈ ബോൾ ഇവിടെ നിന്ന് എറിഞ്ഞപ്പോൾ ഇതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയി കിട്ടിയത് അപ്പൊ എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നോക്കൂ, ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇത്രയും ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് ബോൾ എറിഞ്ഞപ്പോൾ ഇതിന്റെ വെലോസിറ്റി എത്രയായിരുന്നു? v എത്രയായിരുന്നു? വെലോസിറ്റി 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മുകളിലെത്തിയപ്പോൾ എന്താണ്? ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും കാര്യം മനസ്സിലാക്കി. അപ്പൊ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു -2as എന്നുള്ള ഈക്വേഷൻ ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്? നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് s2 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഫൈനൽ വെലോസിറ്റി 0 അല്ലേ? ഇനിഷ്യൽ വെലോസിറ്റി എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾക്ക് മനസ്സിലായി. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോകുന്നു. ജി ഉപയോഗിക്കുമ്പോഴാണ് മൈനസ് കൊടുക്കേണ്ടത്. ഓക്കെ, നോക്കിക്കേ, ദാറ്റ് ഇസ് ഈക്വൽ ടു -2 ഇൻറ്റു g 9.8 ഇൻറ്റു s2 ഡിസ്റ്റൻസ്. അപ്പൊ s2 എത്ര കിട്ടി? 4.9 മീറ്റർ എന്ന് കിട്ടി. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഓക്കെ, നോക്കിക്കേ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആയ എസ് ആണ്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെയൊക്കെ സമ്മാണ്? S1 എന്നുള്ള ഈ ഡിസ്റ്റൻസിന്റെയും S2 എന്നുള്ള ഈ ഡിസ്റ്റൻസിന്റെയും സമ്മാണ്. ഓക്കെ, അപ്പൊ S is equal to എങ്ങനെ എഴുതാം? S1 പ്ലസ് S2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നോക്കൂ, S is equal to S1 പ്ലസ് S2 ദാറ്റ് is equal to എത്ര? S1 എത്ര? 9.8 പ്ലസ് 4.9 ദാറ്റ് is equal to എത്ര? 14.7 മീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോ 72, ക്വസ്റ്റ്യൻ നമ്പർ 72ന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, 14.7 മീറ്റർ. ഓക്കെ കുട്ടികളെ, അടുത്തത് 74ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെറ്റീരിയലിലെ 74th ക്വസ്റ്റ്യൻ വായിച്ചോളൂ. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഓക്കെ, എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ so that its displacement x in meters at time t in second is given by x square is equal to t square plus 1. Its acceleration in meter per second square at time t seconds is. അപ്പോൾ നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പാർട്ടിക്കിൾ സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയാണ്. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സമയത്തിനനുസരിച്ചുള്ള ഒരു ഫംഗ്ഷൻ ആയി കൊടുത്തിരിക്കുകയാണ്. എന്താണ്? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടി സെക്കൻഡുകൾ പിന്നിടുമ്പോൾ ഇതിന്റെ ആക്സിലറേഷൻ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ശ്രദ്ധിച്ചു, ഡിഫറൻസിയേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. നോക്കൂ, എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 2x ഇൻറ്റു dx ബൈ dt. ചെയിൻ റൂൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഡിഫറൻസിയേഷനിൽ, സെക്കൻഡ് ഇയറിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ്? വിത്ത് റെസ്പെക്ട് നമ്മൾ ഈ എക്സിനെ ഇപ്പൊ നോക്കിക്കേ, ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2x മാത്രമേ വരികയുള്ളൂ. പക്ഷെ എന്താണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? എക്സിനെ ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കൂ, 2x ഇൻറ്റു dx ബൈ dt എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് കിട്ടും? 2t. ടി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടി, 2t ഇൻറ്റു dt ബൈ dt, അത് 1 ആവുന്നു. അപ്പൊ 2t. കോൺസ്റ്റന്റ് ആയ 1ന്റെ ഡിഫറൻഷ്യൽ എത്രയാണ്? 0 ആണ്. നോക്കിക്കേ, ഇത് നോക്കൂ, dx ബൈ dt എന്താണത്? ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി. അപ്പോൾ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഇതിന് പകരം എന്ത് കൊടുക്കാം? v എന്ന് കൊടുക്കാം. അപ്പൊ 2xv ഇസ് ഈക്വൽ ടു എന്താണ്? 2t. ഓക്കെ, ഇതിൽ നിന്ന് ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് v എഴുതാം. എങ്ങനെ എഴുതാം? t ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, അതുവരെ ഇരിക്കട്ടെ. ഇനി നോക്കിക്കേ, നമ്മൾ 1നെ അല്ല, നമുക്ക് ഇപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് 2 ആണ്. നോക്കൂ, 2 ഇക്വേഷൻ 2 നമുക്കിപ്പോ കിട്ടിയ ഇക്വേഷൻ ഏതാണ്? 2xv ഇസ് ഈക്വൽ ടു 2t. ആ ഇക്വേഷനെ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം 1 കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റിംഗ് എഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, 2x ഇൻറ്റു 2t ഇസ് ഈക്വൽ ടു 2t. 2t ഇൻറ്റു 2t ഇസ് ഈക്വൽ ടു 2t. 2x ഇൻറ്റു 2t ഇസ് ഈക്വൽ ടു 2t. 2t 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 ഇൻറ്റു 2t ഇസ് ഈക്വൽ ടു 2t. 2
അപ്പൊ നോക്കിക്കേ, ഈ 2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്ത് എഴുതാം. എന്നിട്ട് നോക്കൂ, ഇത് 2 ഫംഗ്ഷൻസ് ആണ്. അപ്പൊ 2 എക്സും വിയും നോക്കൂ, അങ്ങനെ 2 ഫംഗ്ഷൻസ് വന്നാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്രോഡക്റ്റ് റൂൾ ആണ്. എന്താണ് പ്രോഡക്റ്റ് റൂൾ? ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻറ്റു ആദ്യത്തെ ഫംഗ്ഷൻ, സോറി, ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഒന്നുകൂടി പറയാൻ, കൺഫ്യൂസ് ആവരുത്. ആദ്യത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ പ്ലസ് ആദ്യത്തെ ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പൊ നോക്കൂ, ആദ്യത്തെ ഫംഗ്ഷൻ ഏതാണ്? എക്സ് ആണ്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടി ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ അതുപോലെ എഴുതുന്നു പ്ലസ് ആദ്യത്തെ ഫംഗ്ഷൻ മാത്രം എഴുതുന്നു ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താണ്? ഡി വി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ 2t ഡിഫറൻഷ്യൽ എന്താണ്? 2 ഇൻറ്റു ഡി ടി ബൈ ഡി ടി ആണ്. അപ്പൊ 2 മാത്രം കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ, 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി നമ്മൾ മുന്നേ പറഞ്ഞതാണ്, അത് വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി ഇൻറ്റു വെലോസിറ്റി വി ഇൻറ്റു വി പ്ലസ് എക്സ് ഇൻറ്റു നോക്കൂ ഡി വി ബൈ ഡി ടി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡിസ്റ്റൻസ്. അതിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്ത് കിട്ടും? 2 ഇൻറ്റു വി ഇൻറ്റു വി വി സ്ക്വയർ പ്ലസ് എക്സ് എ ഇൻറ്റു സോറി ബ്രാക്കറ്റ് ക്ലോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പൊ 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇത് ഒന്നുകൂടി എന്താ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എക്സ് എ പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടുന്നു. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി നോക്കൂ, ഇതിന് എ എങ്ങനെ എഴുതാം? 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്, അതാണ് എന്ത്? എ. അപ്പൊ സംശയമില്ലല്ലോ. നോക്കൂ, ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വി എന്നുള്ളതിന് നമ്മൾ ഒരു ഫോർമുല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? ടി ബൈ എക്സ്. അതെന്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഈ ടി ബൈ എക്സ് എന്ന് ഈ വിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതിനെ എന്ത് ചെയ്യും? 1 മൈനസ് ടി സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ എക്സ്. നോക്കൂ, ഇതിന് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, പിന്നെ ഒരു എക്സ് ഇവിടെ ആൾറെഡി ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ക്യൂബ് എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി നോക്കിക്കേ, ഒന്നാമത്തെ ഇക്വേഷൻ നിങ്ങൾ എടുക്കൂ. അതിൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1 എന്നല്ലേ? അപ്പൊ ടി സ്ക്വയർ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പൊ എന്താവും? എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ എന്നാവും. അതിന് എന്ത് കിട്ടും? അതിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു എക്സ് സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഇല്ലേ? അതിന് പകരം നമുക്ക് 1 എന്ന് കിട്ടിയില്ലേ? അപ്പൊ നോക്കൂ, ഇതിനെ 1 ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ എ എന്ത് കിട്ടി? ആക്സിലറേഷൻ ഇൻ ടേംസ് ഓഫ് ദി ഡിസ്പ്ലേസ്മെന്റ് 1 ബൈ എക്സ് ക്യൂബ് എന്ന് കിട്ടി. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്താണ്? ഇതിൽ നമ്മുടെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ ട്രയലിൽ തന്നെ കിട്ടണമെന്നില്ല, ഒന്ന് ആലോചിക്കണം. എന്നാലേ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ കൊടുക്കാം. അത് എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? സമാനമായ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരുമ്പോൾ എവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, ഇവിടെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, അതൊന്നും നമുക്ക് കാണാതെ പഠിച്ചു വയ്ക്കാൻ പറ്റില്ല. അത് ക്വസ്റ്റ്യനുമായി ഓരോ ക്വസ്റ്റ്യനും ഓരോ തരത്തിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആ ഒരു നാക്ക് കിട്ടുകയുള്ളൂ. എവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എവിടെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നൊരു നാക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്തത്? ആദ്യം നിങ്ങൾ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷനിൽ എന്താണ്? ആക്സിലറേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് എക്സിന്റെ ഫംഗ്ഷനുകളിലായിട്ടാണ്. അപ്പൊ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ റെഡ്യൂസ് ചെയ്ത് എക്സിന്റെ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചപ്പോഴാണ് നമുക്ക് 1 ബൈ എക്സ് ക്യൂബ് കിട്ടിയത്. അത് ഉത്തരമാണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണിത്? 74th ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്തത് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെറ്റീരിയലിലെ 76ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? A steel ball is bouncing up and down on a steel plate with a period of oscillation of 1 second. It bounces up to a height of. അപ്പൊ നോക്കൂ, ഒരു സ്റ്റീൽ ബോൾ എന്ത് ചെയ്യാണ്? ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇങ്ങനെ ബൗൺസ് ചെയ്യുകയാണ്. പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ബൗൺസസ് അപ് ടു എ ഹൈറ്റ് ഓഫ്. നോക്കൂ, എനർജി ലോസ് ഒന്നും ഇല്ല എന്ന് അസ്യൂം ചെയ്യാമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ഇവിടെ നിന്ന് തുടങ്ങിയ ഹൈറ്റ് ഏതാണോ അവിടെ തന്നെ തിരിച്ചെത്തും. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, എനർജി ലോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? എ സ്റ്റീൽ ബോൾ ഈസ് ബൗൺസിങ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ എ സ്റ്റീൽ പ്ലേറ്റ് വിത്ത് എ പീരീഡ് ഓഫ് ഓസിലേഷൻ 1 സെക്കൻഡ്. നോക്കൂ, ഓസിലേഷന്റെ ടൈം പീരീഡ് 1 സെക്കൻഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, എന്താണ് ഇവിടെ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിന്ന് ബോൾ യാത്ര ആരംഭിച്ചത് ആ താഴെ വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുമോ? ഇല്ല. പിന്നെന്താണ്? ഇവിടെ നിന്ന് തുടങ്ങി ബൗൺസ് ചെയ്ത് തിരികെ ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. ഓക്കെ,
ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാനുള്ള സമയത്തെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുന്നത്. ഈ കേസിൽ ടൈം പീരീഡ് എത്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്? 1 സെക്കൻഡ് ആണ്. അപ്പൊ നോക്കൂ, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തി തിരിച്ചു പോയി, അപ്പോ താഴെ എത്തി തിരിച്ചു പോകാനെടുത്ത മുഴുവൻ സമയം 1 സെക്കൻഡ് ആണ് എങ്കിൽ മുകളിൽ നിന്ന് താഴെ എത്താൻ മാത്രം എടുത്ത സമയം എത്രയായിരിക്കും? ഇതിന്റെ പകുതിയായിരിക്കും അല്ലെ? t/2 = 0.5 seconds. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഈ ഹൈറ്റ് ആണ്. സിമ്പിൾ ആണ്. ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഏതാണ്? s = ut + ½ at². തുടങ്ങിയത് ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്, റെസ്റ്റിൽ നിന്നായതുകൊണ്ട്. അപ്പൊ എന്താണ്? h = ½ g × g. നോക്കൂ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, അതിന്റെ ഇൻഫ്ലുവൻസിലാണ് വരുന്നത്. എർത്തിന്റെ ഇൻഫ്ലുവൻസിൽ ½ g/t². ഇവിടെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരിക്കലും ഈ ടൈം പീരീഡ് എടുത്തുകൊണ്ട് ചെയ്യരുത്, ഒന്നുകൂടി ആലോചിച്ചിട്ടേ ചെയ്യാവൂ. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? വളരെ ബ്രൈറ്റ് ആയ സ്റ്റുഡൻസിനെ എന്താണ് സെലക്ട് ചെയ്യുവാനാണ് എന്ത് നടത്തുന്നത്? എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. അപ്പൊ നോക്കൂ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഭൂരിഭാഗവും വരുന്നത്. അതായത് ആവറേജ് സ്റ്റുഡന്റിന് എഴുതാൻ പറ്റും, എന്നാൽ ഒന്ന് ആലോചിച്ച് എഴുതാൻ പറ്റിയ ബ്രൈറ്റ് ആയ സ്റ്റുഡൻസിന് മാത്രമേ എന്താണ് കീ പൊസിഷൻസ് ആയ എന്താണ് നല്ല സമൂഹത്തിലെ ഏറ്റവും നല്ല എന്താണ് സ്ഥാനമായി നമ്മൾ പരിഗണിക്കുന്ന എന്താണ് മെഡിക്കൽ പ്രൊഫഷനിലേക്കോ എഞ്ചിനീയറിംഗ് പ്രൊഫഷനിലേക്കോ ഒക്കെ പോകുന്നത്. ഓക്കെ, അങ്ങനെ നിഷ്കർഷ ഉള്ളത് കൊണ്ടാണ് എന്താണ് ഈ ക്വസ്റ്റ്യനുകളിൽ ഇതുപോലെയുള്ള ചെറിയ സ്റ്റേറ്റ്മെന്റുകളും കൂടി ആഡ് ചെയ്തു വരുന്നത്. അപ്പൊ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യും? ഈ ടൈം 1 സെക്കൻഡ് എടുത്തുകൊണ്ട് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഒന്നുകൂടി ആലോചിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പകുതി സമയമേ എടുക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ½ × 10 × 0.5² 0.5 എങ്ങനെ കിട്ടി? ടൈം പീരീഡ് /2. അപ്പൊ നോക്കിക്കേ, ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് 1.25 മീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ്. ഇത് എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു? 76th ക്വസ്റ്റ്യൻ ആണ്. 76th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. കുട്ടികളെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 78ലേക്ക് കിടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 78 പറയുന്നത്? സോറി, ക്വസ്റ്റ്യൻ നമ്പർ 78. A stone is dropped into a well in which the level of water is h below the top of the well. നോക്കൂ, ഒരു സ്റ്റോൺ നിങ്ങൾ ഒരു കിണറിലേക്ക് എറിയുകയാണ്. കിണറിലെ വെള്ളത്തിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകൾ തട്ടിൽ നിന്നും h ഹൈ ഡെപ്ത് താഴെയാണ്. ഓക്കെ, h ബിലോ ദ ടോപ്പ് ഓഫ് ദ വെൽ. കിണറിന്റെ മുകളിൽ നിന്നും ഇത്രയും ഹൈറ്റ് താഴെയാണ്, അല്ലെങ്കിൽ ഡെപ്ത് താഴെയാണ്, h താഴെയാണ്. നോക്കൂ, if v is the velocity of sound, the time t after which the splash heard is given by. അപ്പൊ നോക്കൂ, നിങ്ങൾ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു, സ്റ്റോൺ താഴെ വന്ന് വെള്ളത്തിൽ വീണ് സൗണ്ട് തിരിച്ച് നിങ്ങൾക്ക് എവിടെ എത്തണം? നിങ്ങൾ കേൾക്കണം. അപ്പൊ സ്പ്ലാഷ് ഹിയർ ചെയ്യാൻ എടുത്ത സമയം എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, അതിൽ എന്തൊക്കെയുണ്ട്? നിങ്ങൾ സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു, സ്റ്റോൺ എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത സമയമെടുത്ത് താഴെ വീഴുന്നു. താഴെ വീഴുമ്പോൾ എന്ത് സൗണ്ട് ഉണ്ടാവും? വെള്ളത്തിന്റെ ആ ഒരു സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് എന്ത് ചെയ്യും? മുകളിലേക്ക് വരാൻ ഒരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ കല്ലിട്ടതിനും എന്താണ് ഈ സ്പ്ലാഷിന്റെ സൗണ്ട് കേട്ടതിനും എന്താണ് സമയമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇതും ആഡ് ചെയ്യണം, ഇതും ആഡ് ചെയ്യണം അല്ലേ? ഈ സമയവും ആഡ് ചെയ്യണം. കാര്യം കല്ലിട്ടത് മുതൽ സ്പ്ലാഷ് ഹിയർ ചെയ്തത് വരെയുള്ള സമയമാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? കല്ല് ഇടുമ്പോൾ എന്ത് ചെയ്യും? ഇത് താഴെ എത്താൻ എടുക്കുന്ന സമയം പ്ലസ് പിന്നെന്താണ് മുകളിൽ സൗണ്ട് കേൾക്കാനുള്ള സമയം. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ആദ്യം ഈ കേസ് എടുക്കാം. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0 അല്ലേ? നിങ്ങൾ റെസ്റ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പൊ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് തന്നിട്ടുണ്ട് h. അപ്പൊ h = ½ g t1² എന്നുള്ള ഫോർമുല നമുക്കുണ്ട്. t² ആണ്. t1 എന്ന് എടുക്കുന്ന കാര്യം എന്താണ്? ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ വാട്ടർ. നോക്കൂ, ഇവിടെ എത്താൻ എടുത്ത സമയം t1 എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പൊ t1 എന്ത് കിട്ടും? √2h/g എന്ന് കിട്ടും. ഓക്കെ, ഇനി t2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വീണതിന് ശേഷം സൗണ്ട് മുകളിലേക്ക് എത്തുന്നത്. സൗണ്ട് ട്രാവൽ ചെയ്യുന്ന വെലോസിറ്റി v എന്ന് പറഞ്ഞിട്ടില്ലേ? സൗണ്ട് ക്രോസ് ചെയ്യുന്ന ദൂരം എത്രയാണ്? h ആണ്. അപ്പൊ സൗണ്ട് ഇത്രയും ദൂരം ക്രോസ് ചെയ്യാനെടുത്ത സമയം എത്രയാണ്? t2 h/v ആണ്. നമ്മുടെ ആൻസർ എന്താണ്? t1 + t2. ഓക്കെ, t = t1 + t2, that is equal to √2h/g + h/v, that is equal to റീഅറേഞ്ച് ചെയ്യുന്നു, നമ്മുടെ ഓപ്ഷനിലേക്ക് എത്തുന്നു. h/v + √h/g. ഓപ്ഷൻ ബി ആണ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ആലോചിച്ചാൽ മതി. സ്റ്റോൺ ഇവിടെ നിന്ന് താഴെ എത്താനെടുത്ത സമയം പ്ലസ് സൗണ്ട് ഇവിടെ നിന്ന് മുകളിൽ എത്താനെടുത്ത സമയം രണ്ടും കൂടി കൂട്ടുമ്പോൾ മനോഹരമായ നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നു. ഓപ്ഷൻ ബി ആണ്. ബി. ഓക്കെ.